എനിക്ക് ഹൊറർ കണ്ടൻസ് കാണേണ്ട ടൈം വരെ വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലായിരുന്നു. ഞാൻ പേടി കൊണ്ടാണ് ഈ ഒരു ജോണർ അങ്ങനെ കാര്യമായിട്ട് ഫോളോ ചെയ്യാത്തത്. അങ്ങനെയുള്ള ഈ ഒരു ജോണർ ഞാൻ ഈ വർഷം കൂടുതലും കണ്ട ഫിലിം ജോണേഴ്സിൻ്റെ കേസെടുത്ത് നോക്കുകയാണെങ്കിൽ ടോപ്പ് 5-ലെങ്കിലും ഹൊറർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ കണ്ടതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഹൊറർ സിനിമകളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലേറ്റ്ലി പഴയ സിനിമകൾ കാണുന്ന കൂട്ടത്തിൽ ചെന്നെത്തിപ്പെട്ട ഒരു 70s ഹൊറർ ഫിലിമാണ് ദി ഒമേൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ ക്രീപ്പ് ചെയ്യുക എന്നതല്ല ഹൊറർ ഫിലിംസിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് ഞാൻ ഒമേൻ കാണാൻ തുടങ്ങിയപ്പോൾ അങ്ങനത്തെ ഒരു തോട്ട് ഞാൻ നിർത്തി. കഥയിലെ മിസ്റ്ററിയും എങ്ങനെ ഓരോ ഇവൻസും കവറപ്പ് ചെയ്യുന്നു എന്നതിലാണ് കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു പോയത്. എന്നിരുന്നാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും സിനിമയുടെ ഡെപ്ത് അനുഭവപ്പെടുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഈ സിനിമയ്ക്ക് അകത്തുണ്ട്. പിന്നെ സൗണ്ടിങ് പോലെയുള്ള കാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന ഒരു സിനിമയത് കാരണം ടോട്ടൽ വ്യൂയിങ് എക്സ്പീരിയൻസിലൊക്കെ അതൊക്കെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഹൊറർ എന്ന കോൺസെപ്റ്റിനെ ഒരു മിസ്റ്ററി ജേർണി പോലെ സെറ്റ് ചെയ്യുന്ന സമയത്ത് റിച്ചർഡ് ഡോണോൻ്റെ ദി ഒമേൻ നല്ലൊരു വാച്ചിന് പറ്റിയ സിനിമയാണ്. സ്പാനിഷ് സിനിമകൾ ചെയ്തിരുന്ന അലഹാൻഡ്രോ ആമനബർ ഇംഗ്ലീഷ് ഓഡിയൻസിനെ കൊണ്ടിട്ട് എടുത്തൊരു സിനിമയാണ് ദി അതേഴ്സ്. നോർമലി ഞാൻ ഇതുവരെ കണ്ട ഹൊറർ സിനിമകളിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ദി അതേഴ്സ് എനിക്ക് തോന്നിയത്. ഒരു സ്ലോ നരേറ്റീവാണ്. ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിൽ വലിയ പേസ് ഒന്നും വെക്കാതെ മെല്ലെയാണ് ഈ സിനിമ പോകുന്നത്. എന്നാൽ ഇതിൻ്റെ നരേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഒരു സ്ലോ ബേൺ രീതിയിൽ പിന്നീട് ഈ സിനിമ മാറിയിട്ടുണ്ട്. സിമ്പിളായി തുടക്കത്തിൽ തോന്നിയാലും അതല്ല ഇത് എന്നാണ് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അറിയുന്നത്. വേൾഡ് വാറിൻ്റെ സമയത്ത് നടക്കുന്ന കഥ ആയതുകൊണ്ട് തന്നെ അത്രയും പീരീഡ് ടൈം ലൈനിലാണ് ഈ സിനിമ വരുന്നത്. ഹൊറർ സിനിമകളിൽ സൈലൻസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എന്തോ ഇതിലെ സൈലൻസ് സിനിമയുടെ സ്റ്റൈലുമായിട്ട് കണക്ട് ആവാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഒരു ഡീസൻറ്റ് വാച്ചിന് പറ്റിയ സിനിമയാണ് ദി അതേഴ്സ്. ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ സിനിമകൾക്കും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഇതെല്ലാം പഴയ കാലത്ത് നടക്കുന്ന കഥകളാണ്. ഒന്നെങ്കിൽ റിലീസ് ടൈം കൊണ്ട് പഴയതെന്ന് പറയാം, അല്ലെങ്കിൽ സിനിമയിലൊരു ഓൾഡ് ടൈം ലൈൻ ആണെന്ന് പറയാം. അങ്ങനെ വന്നൊരു ഹൊറർ ഫിലിമാണ് ലേറ്റ് നൈറ്റ് വിത്ത് ദ ഡെവിൾ. ഇതിൻ്റെ സെറ്റിംഗ് നല്ല രസമാണ്. ഇപ്പോൾ കപിൽ ശർമ്മ ഷോയോ അല്ലെങ്കിൽ ബഡായ് ബംഗ്ലാവൊക്കെ ഒരു ഹൊറർ ഫിലിമിൻ്റെ പശ്ചാത്തലമായിട്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒരു 70s TV ഷോയിൽ നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ലേറ്റ് നൈറ്റ് വിത്ത് ദ ഡെവിൾ. ആദ്യമൊക്കെ ഒരു TV ഷോ കാണുന്ന പോലെ ഇങ്ങനെ കണ്ടു. പക്ഷെ ഹൊറർ പാർട്ടിലോട്ട് കടന്നപ്പോൾ ഇതുവരെ അങ്ങനെ കാണാത്തൊരു ബാക്ക്ഡ്രോപ്പിൽ കാണിക്കുന്നത് കൊണ്ട് കോളിൻ കാമറൺ കെയ്ൻസിൻ്റെ ലൈറ്റ് നൈറ്റ് വിത്ത് ദ ഡെവിൾ നല്ല ഫ്രഷ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് തന്നെയാണ്. 70s ഷോ എന്ന് പറയുമ്പോൾ സിനിമയുടെ കളർ ഗ്രേഡിങ്ങിൽ പോലും ആ ഫീൽ കൊണ്ടുവരുമ്പോൾ അത് മൊത്തത്തിൽ നല്ല രസമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഹൊറർ സിനിമ കാണണം എന്ന് എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കാണാമല്ലോ എന്ന രീതിയിൽ കണ്ടൊരു ഇറ്റാലിയൻ 70s ഫിലിമാണ് സസ്പീരിയ. ഹൊറർ അവിടെ നിൽക്കട്ടെ, പറയേണ്ടത് ഈ സിനിമയിലെ ആർട്ട് ഡയറക്ഷൻ, സിനിമറ്റോഗ്രഫി, കളറിങ്, ലൈറ്റിങ്ങിനൊക്കെ പറ്റിയിട്ടാണ്. എല്ലായിടത്തും ഈ റെഡ്, ബ്ലൂ, ഗ്രീൻ, പിങ്ക് എന്നീ കളേഴ്സ് വാരി വലിച്ച് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ കാണുമ്പോഴേക്കും അത്രയും കിടിലമായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ കളേഴ്സ് ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അന്ധകാലത്ത് എടുത്തൊരു ഹൊറർ ചിത്രം വിഷ്വലി ഇത്രയും ഗംഭീരമായിട്ട് നിൽക്കുന്നത് എനിക്കൊരു അത്ഭുതമാണ്. പ്രസൻറ്റേഷൻ അത്രയും കിടിലമായിട്ട് വരുന്നതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് കിട്ടിയൊരു ഡാരിയോ അജന്തോ ചിത്രമാണ് സസ്പീരിയ. അത്രയും പഴയ സിനിമയുണ്ട്. ഇതിൻ്റെ കഥാ സൈഡ് ഞാനൊന്നും അങ്ങനെ ഫോക്കസ് കൊടുക്കാൻ നിന്നില്ല. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇത് കിടിലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് തിയേറ്റേഴ്സിൽ പോയിട്ട് കാണുന്ന ഒരു ഹോളിവുഡ് ഹൊറർ ഫിലിമാണ് ദി ഫസ്റ്റ് ഒമൻ. ഇതെന്തുകൊണ്ട് കാണാൻ പോയി എന്ന് ചോദിച്ചാൽ ട്രെയിലറിലെ 1-2 ഷോട്ട് കണ്ട് അങ്ങനെ ഒരു ത്വര വന്നിട്ട് പോയിട്ട് കണ്ടതാണ്. പക്ഷേ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 70s ഒമേൻ്റെ ഒരു പ്രീക്വലായിട്ടാണ് ഈ സിനിമ വന്നിട്ടുള്ളത്. ഹൊറർ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും മിസ്റ്ററി കവർ ചെയ്യാനാണെങ്കിലും ദിസ് ഫിലിം വാസ് പ്രിറ്റി ഗുഡ്. പിന്നെ കുറേ വിഷ്വൽ ഗിമ്മിക്കൊക്കെ ഉണ്ടായിരുന്നു. ക്രിയേറ്റീവായിട്ട് ചില സീനുകൾ ചെയ്യുമ്പോൾ ആ സീനിൻ്റെ ഇമ്പാക്റ്റിൽ ഈ സിനിമ നല്ല ഹൈ തന്നിട്ടുണ്ട്. ഒറ്റയ്ക്കിരുന്ന് തിയേറ്റേഴ്സിൽ ഹൊറർ ഫിലിമൊക്കെ കണ്ട കിളി പോവും എന്നായിരുന്നു എൻ്റെ ഇത്രയും കാലത്തെ പേടി. എന്നാൽ അക്കേഷ സ്റ്റീവൻസിൻ്റെ ഈ സിനിമ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഗംഭീര എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്. ഈ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.